ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏലത്തോട്ടം കണ്ടാലോ. ഇത് ഇടുക്കിയിലെ ഏലത്തോട്ടമാണ് കേട്ടോ. അവിടുത്തെ മെയിനായിട്ടുള്ള കൃഷിയാണിപ്പോൾ ഏലം. നേരത്തെ എല്ലാ കുരുമുളകും ഇതൊക്കെയായിരുന്നു കൂടുതലായിട്ട്. ഇപ്പോൾ ഏലമാണ്. ഇതൊക്കെ ചെറിയ കുഴികളിൽ വെള്ളം നിറച്ചിടുന്നതാണ്. കാരണം വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും. അപ്പോൾ ഇത് ഏലം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ അത്. അപ്പോൾ നിറയെ ഏലം കായ്ച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അധികം കായ് ഇതിലില്ല. ഇനി കുറച്ചും കൂടെ കഴിയണം, 1-2 മാസം കൂടെ കഴിയണം ഇത് കായാകണമെങ്കിൽ കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതെങ്ങനെ കൃഷി ചെയ്യാം, എങ്ങനെ ഇതിൻ്റെ വിളവെടുപ്പും ഇതിൻ്റെ കൃഷിയുടെ രീതികളും ഒക്കെയാണ് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇതിനകത്തൊരു നിൽക്കുമ്പോൾ, ഈ തോട്ടത്തിൽ നിൽക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. അതേപോലെ തന്നെ കുറേ ഏക്കറുകൾ കൃഷിയുണ്ട് കേട്ടോ ഓരോരുത്തർക്കും. ഇടുക്കിയിലെ മെയിനായിട്ടുള്ളൊരു വരുമാന മാർഗ്ഗമാണ് ഈ ഏലകൃഷിയെ. അതുപോലെ തന്നെ മിക്കവരുടെയും എന്താ പറയുക, ഉപജീവന മാർഗ്ഗം ഈ തോട്ടം. ഇനി കുറച്ച് ഉള്ളൊരു തോട്ടം ഇല്ലാത്തവരാണെങ്കിലും ഇതിൻ്റെ പണിയൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ തോട്ടത്തിൽ പണിക്ക് പോയൊക്കെയും ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇടുക്കിയിൽ വരുമ്പം ഏലത്തോട്ടം ഒരു വലിയ അനുഭവം തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതിനകത്ത് ഇടയ്ക്ക് നല്ലതായിട്ട് ചോല വേണം, അതായത് തണലേ. അതിന് വേറെ മരങ്ങളൊക്കെ ഒത്തിരി നട്ടുകൊടുക്കും. അതുപോലെ തന്നെ ഈ ആവണക്ക് തൈ നട്ടുകൊടുക്കും കേട്ടോ. കാരണം ആവണക്ക് തൈയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ വലുതാണ്. ഇതിങ്ങനെ വളർന്ന് പൊങ്ങുമ്പോൾ നല്ല തണൽ കൊടുക്കുവേ. അതുകൊണ്ട് ഇടവഴിയെല്ലാം ഇങ്ങനെ ആവണക്കിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഏലത്തോട്ടം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അടിപൊളിയായിട്ട് ഇതിൻ്റെ കൃഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ.